hello. Welcome to Market Discussion of the Day. Today, May 26, 2026. ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച, അതായത് ജൂൺ 8 വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്കറിയാം, നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, ഒരു ടെക്നിക്കൽ വീക്കാണെന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. വൈകുന്നേരം 7:30 മണിക്ക് നമുക്ക് കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ്, CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് മാത്രമാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട് എങ്കിൽ ഉള്ള ഒരേ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മളുടെ നമുക്ക് നാളത്തെ കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ, നാളെയും നമുക്ക് US നിന്ന് പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അവിടെ നിന്നൊക്കെയുള്ള ന്യൂസുകളാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ 5:30 മണിക്ക് നമ്മുടെ JPY ഇന്ന് ബാങ്ക് ഓഫ് ജപ്പാൻ ഗവർണറിൻ്റെ സ്പീച്ച് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം. പ്രത്യേകിച്ച് ഇന്ന് 160 USD JPY പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സ്പീച്ചിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം 159 USD JPY നിൽക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു ഒരു താഴ്ചയൊക്കെ നമുക്ക് ഒറ്റയടിക്ക് അടിച്ച് പോയത് കണക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. സോ എനിവേയ്സ്, കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫണ്ടമെൻ്റൽ സൈഡ്, പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ഫണ്ടമെൻ്റൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാനും US തമ്മിലുള്ള ആ ഒരു വാറിൻ്റെ ഒരു പീസ് ടോക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അതിനെ പ്രമാണിച്ചിട്ട് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് $92 നമ്മൾ ഒരു ബാരലിൽ നിന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ അതേപോലെ തന്നെ പുതിയ ഫെഡറൽ ചെയർ, എക്കണോമിക് ടേംസിൽ നോക്കുകയാണെങ്കിൽ പുതിയ ലീഡർഷിപ്പ്, കെവിൻ വാഷിൻ്റെ അണ്ടറിലുള്ള ഫെഡ് ലീഡർഷിപ്പ് ഒരു ലോങ്ങർ ടേമിലോട്ടുള്ള ഹോക്കിഷ് ആയിരിക്കും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളതാണ് നമുക്ക് ഇതേവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം. സോ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പോകാനാണ് പോസിബിലിറ്റി കൂടുതൽ. ഓക്കെ, അത് ആ ഒരു കാരണങ്ങൾ കൊണ്ടിട്ട് തന്നെ US ഡോളറിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു. അതേപോലെ ഇന്ത്യൻ ഗവൺമെൻറ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഹൈക്ക് പ്രഖ്യാപിച്ചതും ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ പ്രൈസിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിസിക്കൽ ഗോൾഡ് മേടിക്കുന്ന ഇന്ത്യൻസ് ആണ് ആക്ച്വലി. ഓക്കെ, സോ അതുകൊണ്ടിട്ട് എനിവേയ്സ് ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ ഫണ്ടമെൻ്റലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ, ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിലോട്ട് തന്നെ പോകാം. ഗോൾഡ് 4526 നിൽക്കുന്നു. സോ ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 4500 to 4580 ഇന്നത്തെ എക്സ്പെക്റ്റഡ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബേസിക്കലി നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു 4545 4550 റേഞ്ചിൽ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അങ്ങനെ 4545 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4565 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യം വെച്ച് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ നേരെ നമ്മളുടെ GBP USDയിലോട്ട് വരാം. GBP USD 1.3474 നിൽക്കുന്നു. GBP USDയുടെ കാര്യം പറഞ്ഞാൽ ഒരു സ്ലൈറ്റ്ലി ബുള്ളിഷ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1.3400 to 1.3530 വരെയാണ് ഇന്നത്തെ റേഞ്ച് നിൽക്കുന്നത്. ഓക്കെ, സേഫ് ട്രേഡേഴ്സിന് 1.3400 അവിടെ നിന്നൊക്കെ ബൈ ചെയ്ത് പോകാം. അല്ലാത്തുള്ള ആൾക്കാർക്ക് 1.3470 അവിടെ വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ 1.3470 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 1.3430 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോ USDയിലോട്ട് വരാം. 1.1627 നിൽക്കുന്നു മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡാണ്. നമുക്കൊരു സെൽ ലിമിറ്റ് വെച്ച് പോകുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. 1.1660 അവിടുന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് 1.1690 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, സോ ടേക്ക് പ്രോഫിറ്റ് നമുക്കൊരു 1.1600 1.1590 റേഞ്ചിൽ നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, നേരെ നമ്മൾ USD JPY നോക്കാം. USD JPY നമുക്ക് 159 നിൽക്കുന്നു ഇപ്പോൾ.
പ്രത്യേകിച്ച് USD/JPY ഇന്നത്തെ ദിവസം പൊസിഷൻസ് ഹോൾഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നാളെ ബാങ്ക് ഓഫ് ജപ്പാൻ ഗവർണറിൻ്റെ സ്പീച്ച് ഉണ്ട് എന്നതുകൊണ്ടിട്ട് നമുക്ക് ബേസിക്കലി നമ്മളുടെ എൻട്രി 158.50 ലെവലിൽ എൻട്രി ചെയ്യാം. 157.90 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമാണ്. 159.50 to 159.70 ഒക്കെയാണ് നമുക്ക് TP അടിക്കേണ്ടത്. 160 വരെ വെയിറ്റ് ചെയ്യേണ്ട. ഓക്കെ, സോ പ്രത്യേകിച്ചും നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ പറയുന്ന USD/JPY നാളത്തെ ന്യൂസ് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒറ്റയടിക്കൊക്കെ താഴോട്ട് പോകും. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ മുകളിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ പുതിയ എന്താ പറയുക നമ്മളുടെ എന്താ പറയുക സിഗ്നൽ ഗ്രൂപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്രീ ആയിട്ടുള്ള സിഗ്നൽസാണ്. ഇപ്പോൾ നമുക്കൊരു ഗ്രൂപ്പുണ്ട്. സോ അടുത്ത ആഴ്ച മുതൽ നമ്മളൊരു VIP ചാനൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് സിഗ്നൽസും കൊടുക്കുന്നത്. സോ പക്ഷേ ഒരൊറ്റ കാര്യം നമ്മൾ എടുത്തിട്ടുള്ളൊരു തീരുമാനം എന്താ വെച്ചാൽ നമ്മളുടെ കൂടെ നമ്മളുടെ IBയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ കമ്പനീസ് നമ്മൾ അസോസിയേറ്റ് ചെയ്തേക്കുന്ന കമ്പനീസുമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും നമ്മൾ പേഴ്സണലായിട്ടുള്ള എന്താ പറയുക പേഴ്സണലായിട്ടുള്ള അവർക്ക് അവർക്ക് നമ്മുടെ VIP ഗ്രൂപ്പിലോട്ടുള്ള ആക്സസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അതേപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് നല്ല ബ്രോക്കേഴ്സ് സജസ്റ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനാണ് നമ്മൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.